ഇത്തവണ പൌരത്വ ഭേദഗതി നിയമം കഴിഞ്ഞ തവണ എന്തായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എന്തായിരുന്നു? പുൽവാമയായിരുന്നു. എന്തായിരുന്നു പുൽവാമ? നമ്മുടെ 42 ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്തതല്ലേ? ഇവിടെ കുടുംബാംഗങ്ങളെ എല്ലാം അവരെ എല്ലാം വിട്ട് അതിർത്തിയിൽ ജീവൻ അവിടെ നിൽക്കുന്ന മൈനസ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ 40% പോലും ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത പ്രദേശത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് നിൽക്കുന്ന 42 ജവാന്മാരുടെ ജീവനല്ലേ ബലി കൊടുത്തിട്ടല്ലേ ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? അന്ന് തന്നെ മുമ്പ് ആർമിയെ നയിച്ചിരുന്ന ആർമി ജനറൽ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്രയും RDXുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ സംശയം ദൂരീകരിച്ചതാരാ? അന്നത്തെ കാശ്മീർ ഗവൺമെന്റ്, സത്യപാൽ മാലിക്. അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ മാത്രമല്ല, അന്ന് അവിടെ ഇരുന്ന ഗവർണർ പറഞ്ഞു. അതിനേക്കാൾ വലിയ ഉദാഹരണം എന്താ? എന്ത് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? ഈ രാജ്യത്തിന്റെ അകത്ത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം, അന്ന് അവിടെ ഈ ജവാന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിലാണ് ഉണ്ട്. ഒരിക്കലും ഇത്രയും ആളുകളെ ഒരുമിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ അവിടെ അനുവാദമില്ല. ആ മാനദണ്ഡങ്ങൾ അതിലംഘിച്ച് ഇവരെ പർപ്പസ്ഫുള്ളായി ഈ റൂട്ടിലോട്ട് വിടുകയും അവിടെ സ്ഫോടനം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ ഗവർണർ പറഞ്ഞത്? ആ സംസ്ഥാനം ഭരിച്ചിരുന്ന അന്ന് BJP നിയോഗിച്ചിരുന്ന ഗവർണറാണ് പറഞ്ഞത്. ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ചെയ്തവർ എന്തും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം.